അപ്പൊ ഇത്രയും നാള് നമ്മള് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലേ? ഇനി നമ്മള് ഇൻ ഡെപ്ത് ആയിട്ട് നമ്മുടെ മോഡൽസിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ. ഫസ്റ്റ് വണ്ണ് ഞാനൊരു എക്സ് മോഡൽ എന്ന് വിളിക്കും. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് മോഡൽ. നമ്മളുടെ ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തുള്ള ഒരു മോഡലിനെയാണ് ഞാനൊരു എക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളുടെ ഈ ഒരു മോഡലിന്റെ സ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതാണ്. ക്യാൻഡിൽ 1നെ സ്വീപ്പ് ചെയ്ത് ക്യാൻഡിൽ 2 ക്ലോസ് ചെയ്യുന്നതിനെ നമ്മൾ ക്യാൻഡിൽ 2 ക്ലോസ് എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ഈ ക്യാൻഡിൽ 2വിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതാണ് നമ്മൾ എക്സ് മോഡൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ട്രക്ചർ പറയുവാണെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്പ് സൈഡിലേക്ക് എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോഡലിലോട്ട് പോകാം. അപ്പോൾ ഈ മോഡലിൽ നമുക്ക് ബേസ് ആയിട്ട് ഒരു ക്യാൻഡിലുണ്ട്, ഒരു ബേസ് ക്യാൻഡിലുണ്ട്. ഇതിൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റിയോ സെൽ സൈഡ് ലിക്വിഡിറ്റിയോ സ്വീപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു മോഡൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്. അത് ഡെയിലി ക്യാൻഡിലാവാം, 4 അവർ ക്യാൻഡിലാവാം, 1 അവർ ക്യാൻഡിലാവാം, ഏത് ക്യാൻഡിലും ആവാം. പക്ഷെ അതിൻ്റെ ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഞാൻ എടുക്കുന്നത് ഒരു 4 അവർ ക്യാൻഡിലാണ്. ഇത് GBPയിൽ സംഭവിച്ച് ഞാൻ നേരത്തെ എടുത്തൊരു ട്രേഡാണ്. അത് ഇന്ന് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്രേക്ക് ഡൗണും കൂടെ മനസ്സിലാവും. അപ്പം ആ ഒരു എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു മോഡൽ തന്നെ, ആ ഒരു ട്രേഡ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. ജസ്റ്റ് ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് ക്യാൻഡിലും ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ആ സെൽ സൈഡ് ലിക്വിഡിറ്റിയെ മറ്റൊരു ക്യാൻഡിൽ എടുക്കുന്നുണ്ടോ നോക്കണം. അപ്പോൾ മറ്റൊരു ക്യാൻഡിൽ അതിൻ്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഈ ക്യാൻഡിൽ ഉണ്ടായ സമയം ഞാനൊന്ന് നോട്ട് ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ടൈമിന് ഇപ്പുറത്തോട്ടുള്ള പ്രോസസ്സുകൾ മാത്രമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിനി 50 മിനിറ്റ്, ഞാൻ H4 ആണ് എടുത്തേക്കുന്നത്. 50 മിനിറ്റിൽ എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ ഉണ്ടാവണം. എന്താണ് ഐഡിയൽ ഫോർമേഷൻ എന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 50 മിനിറ്റിലോട്ട് പോകാം. അപ്പോൾ ഞാൻ 50 മിനിറ്റിലോട്ട് വന്നു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിന് ഇപ്പുറത്തോട്ട് എനിക്ക് ഒരു ഐഡിയൽ ഫോർമേഷൻ ഉണ്ടാവണം. ഐഡിയൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചധികം കോൺഫ്ലുവൻസ് നോക്കും. അതിലെ ഫസ്റ്റ് വണ്ണാണ് SMT. അപ്പോൾ നമ്മുടെ ആ ഒരു ലെഗിൽ SMT ഉണ്ടോ എന്ന് ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യും. SMTക്ക് ശേഷം നമ്മൾ എന്തോ പഠിച്ചത്? നമ്മൾ പഠിച്ചതാണ് PSP. അപ്പോൾ PSPയും ആ ഒരു ലെഗിലുണ്ടെങ്കിൽ എനിക്ക് ഡബിൾ കൺഫർമേഷനായി. എന്താണ്? ഇതൊരു നല്ല ഒരു റിവേഴ്സലാണെന്ന് എനിക്ക് കൺഫേം ആയി. ഇതിന് ശേഷം നമുക്ക് നോക്കേണ്ടതാണ് CIST. അതായത് ഒരു സീരീസ് ഓഫ് ക്യാൻഡിലിനെ മുകളിലേക്ക് എനിക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുക. അതിനെയാണല്ലോ നമ്മൾ CIST എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെഗിൽ നമുക്ക് CIST കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്കൊരു CIST കിട്ടി. CIST കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നോക്കേണ്ടത് ആ ഒരു ലെഗിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ CIST ഒന്ന് ഹൈഡ് ചെയ്യാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ CIST കഴിഞ്ഞതിന് ശേഷമാണ്, ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ലെഗിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു CIST ഇനി മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യണം. സോറി, ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ എന്താണ്? മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്തു. ഇങ്ങനൊരു ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്ത് നമുക്ക് മുകളിൽ ക്ലോസ് തരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ എൻട്രി ടൈം ഫ്രെയിമായ 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യുന്നു. 1 മിനിറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ എന്താണ്? അതേപോലെ ഒരു ഐഡിയൽ ഫോർമേഷൻ നോക്കുക, SMT നോക്കുക, PSP നോക്കുക, കൂടാതെ ഒരു
സീരീസ് ഓഫ് ക്യാൻഡിലിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് എനിക്കൊരു CAST കിട്ടുന്നുണ്ടോ നോക്കുക. എനിക്ക് പ്രോപ്പറായിട്ടൊരു CAST കിട്ടി. ഞാൻ എൻ്റെ എൻട്രി പ്ലേസ് ചെയ്യുന്നത് CAST ക്ലോസ് ചെയ്ത ക്യാൻഡിലാണ് ഞാൻ എൻട്രി പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ സംസാരിച്ച പ്രൊജക്ഷൻ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1:2 എന്ന റേഷ്യോയിലാണ്. ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ -2 to -2.5 ആ ഏരിയയിൽ ഏതെങ്കിലും ഫെയിലിയർ സ്വിങ് ഓർ എന്തെങ്കിലും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്കാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് വരാം. ഇന്ന് ഞാൻ എടുത്ത ട്രേഡ് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചാൽ. അപ്പോൾ വീഡിയോസ് ചെയ്യാൻ അല്പം ലേറ്റ് ആയിപ്പോയി. ഓക്കെ, ഞാനാണെങ്കിൽ ആ ട്രേഡ് ഞാൻ പറഞ്ഞ ട്രേഡ് ഞാൻ എടുത്തത് 10-ാം തീയതിയാണ്. ഓക്കെ, ഇത് ഈ ഒരു ദിവസമാണ് ഞാൻ ആ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ എക്സാമ്പിളിൻ്റെ കാര്യം പറഞ്ഞ ആ ഒരു ട്രേഡ് എടുത്തത് ഈ ഒരു ദിവസമാണ്. നമുക്ക് ആ ഒരു ട്രേഡ് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്ന എന്താണ്? മാർക്കറ്റ് നല്ല അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാർക്കറ്റ് നല്ല അപ് ട്രെൻഡിൽ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ, അതായത് നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം. 10th ഡേ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള ഡേ നോക്കാൻ വേണ്ടി ജസ്റ്റ് മാർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് എന്താണ് ഇവിടെ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഈ ഒരു ബോഡി ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട് അല്ലേ? ഈ ഒരു ബോഡി ഇവിടെ ക്ലോസ് ആയതുകൊണ്ട് അടുത്ത ക്യാൻഡിൽ നമുക്കൊരു എന്താണ് നമ്മൾ പഠിച്ചത്? അടുത്ത ക്യാൻഡിൽ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം അത് നമുക്ക് നമ്മുടെ ബയാസ് എന്താണ്? നമ്മളുടെ ഡെയിലി ബയാസ് ബുള്ളിഷാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഞാൻ നോക്കുന്നത് 4 hour ആണ്. 4 hourൽ എനിക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലുവൻസ് കിട്ടണം. അപ്പോൾ എൻ്റെ ഒരു ഏരിയ ഓഫ് ടേക്കിംഗ് ദ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിൽസ് ആണ്. അതായത് ഒന്ന് ഈ ഒരു 17 ക്യാൻഡിൽ, പിന്നെ ഒരു 21, പിന്നെ 1. ഈ 3 ക്യാൻഡിൽസ് ആണ് എൻ്റെ ട്രേഡിംഗ് ഏരിയ. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 17, 21, 1 ഈ ക്യാൻഡിൽസിനാണ് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞ ഒരു രീതി അനുസരിച്ച് ഇതിൻ്റെ C1 എവിടെ വരും? C1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് C1 ക്യാൻഡിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് C1 ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരു C2 ആണ്, ഇതൊരു C3 ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു C1നെ C2 ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ട്രേഡിലേക്ക് എൻട്രി ആകാൻ പോകുന്നു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കിൽ എന്താണ്, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കോൺഫ്ലുവൻസ് ഉണ്ടോ നോക്കാം. ആദ്യം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫെയർ വാലി ഗ്യാപ്പ് ആണ് അല്ലേ? എന്താണ്, ഇതൊരു 4 hour ഫെയർ വാലി ഗ്യാപ്പ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് എനിക്ക് അകത്ത് ക്ലോസ് വരണം. അത് തന്നെയല്ല, ഇവിടെ ഒരു റിലവൻറ്റ് ലോസ് നമുക്ക് കാണാൻ പറ്റും. ഈ 2 ക്യാൻഡിലിൻ്റെ റിലവൻറ്റ് ലോസിനെ ഇവിടെ സ്വീപ്പ് ചെയ്യാനുള്ള ഉണ്ട്. അപ്പോൾ അത്രയും ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്ത് ഒരു ക്യാൻഡിൽ മുകളിലേക്ക് വന്ന് നമ്മുടെ C2 ഓർ ഈ 2 ക്യാൻഡിലിൻ്റെ ലോസിനെ സ്വീപ്പ് ചെയ്ത് നിന്നു ഈ ഒരു ഏരിയ. ഓക്കെ, ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ അവിടെ സ്വീപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പഠിച്ച എന്താണ്? നമ്മൾ 15 മിനിറ്റിൽ ഒരു ഐഡിയൽ ഫോർമേഷൻ നോക്കണം. ഓക്കെ, അതിന് ഞാൻ ആ ഒരു ടൈം ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ടൈം നമുക്ക് പ്രോസസ്സ് കറക്റ്റ് ഫോളോ ചെയ്ത് തന്നെ പോവാം. അപ്പോൾ ആ ഒരു ടൈം ഞാൻ മാർക്ക് ചെയ്യുന്നു. എനിക്ക് വേണ്ടത് ഇനി ഒരു ഐഡിയൽ ഫോർമേഷനാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഇത് ഫോം ആകുമ്പോൾ ഈ ഒരു FEG റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിലേക്ക് ഞാനത് ആ ഒരു ക്യാൻഡിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യും. 15 മിനിറ്റിൽ എനിക്ക് എന്താ വേണ്ടത്? എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐഡിയൽ ഫോർമേഷൻ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈം. അപ്പോൾ എനിക്ക് വേണ്ട ഐഡിയൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് SMT ഉണ്ടോ നോക്കണം, PSP ഉണ്ടോ നോക്കണം, അതേപോലെ തന്നെ എന്താണ് ഒരു CISD കിട്ടണം. അപ്പം നമുക്ക് ജസ്റ്റ് XAGയിലോട്ടൊന്ന് പോയി നോക്കാം. ഇവിടുത്തെ ക്യാൻഡില് ഏതാ? ഈ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ബുള്ളിഷ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിൽ ഏതാണ് നോക്കാം. അല്ല, അവിടെ നമുക്ക് ഗോൾഡിൽ ഏതാ ക്യാൻഡിൽ നോക്കാം.
ഗോൾഡിൽ നമുക്ക് ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു PSP ഇല്ല. അപ്പോൾ അവിടെ SMT ഉണ്ട്. നോക്കാം നമുക്ക്. പുതിയൊരു താളം ഇവിടെ എക്സ്ചേഞ്ച് അപ്പോൾ ഇവിടെ SMTയും ഇല്ല എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പിക്ചർ. താഴത്തെ വേണമെങ്കിൽ SMT ആയിട്ട് എടുക്കാൻ തോന്നുന്നു. ഇത് വേണമെങ്കിൽ നമുക്കൊരു SMT ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് ഇത് ഇത് ലോവറായിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഗോൾഡിൽ നമുക്ക് ഹയർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇവിടെ ഒരു SMT ഉണ്ട്, പക്ഷെ ഈ ഒരു ലെഗിലാണ് SMT. ഈ ഒരു ലെഗിലാണ് SMT കേട്ടോ, സോറി. അപ്പോൾ ഇവിടെ SMTയും PSP ഇല്ല. ഓക്കെ, അത് നമുക്കൊരു അഡീഷണൽ കൺഫർമേഷൻ ആണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്, CIST കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. എനിക്ക് അടുത്ത വേണ്ടത് CIST. അപ്പോൾ എനിക്ക് ഇതെന്താണ്, ഇതൊരു സ്ട്രോങ് CIST എനിക്കിവിടെ കിട്ടി. ഓക്കെ, എനിക്ക് എന്ത് കിട്ടി, എനിക്ക് CIST കിട്ടി. നമുക്ക് ഈ എന്താ പറയുക, SMT PSP എന്നൊക്കെ പറയുന്നത് നമുക്ക് അഡീഷണൽ കൺഫർമേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, അതില്ല. ഓക്കെ, അതുണ്ടെങ്കിൽ എന്താണ്, കുറച്ചുകൂടെ നമുക്കൊരു പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് CIST കിട്ടി. ഓക്കെ, 50 മിനിറ്റിൽ നമുക്ക് എന്ത് കിട്ടി, ഒരു CIST കിട്ടി. CISTയുടെ കിട്ടിയ ആ ലെഗിൽ എന്താണ് ഉണ്ടോ നോക്കേണ്ടത്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ നോക്കുക. ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക്, ഞാൻ ഈ CIST ഒന്ന് ഹൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു ആദ്യം CIST ഒന്ന് ഹൈഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു CIST കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് കിട്ടിയത്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കിട്ടി. ഇനി ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്ത്, ഒരു ക്യാൻഡിൽ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരെ 1 മിനിറ്റിലേക്ക് പോകുന്നു. നമുക്ക് അവിടെ ഒരു CIST അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു എൻട്രി മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. ഞാനിപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താ പറയുക, CIST ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എനിക്ക് റീട്രേസ്മെന്റ് നോക്കി ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഡ്യൂട്ടി ടൈം ഇപ്പോൾ അത്യാവശ്യം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വിൻ റേറ്റ് തരുന്നുണ്ട്. അപ്പം ഞാനത് എന്തുകൊണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഒരു 2-3 വീക്സ് ആയിട്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വന്നു. അപ്പോൾ എന്താണ്, നമുക്കൊരു ഐഡിയൽ ഫോർമേഷൻ നോക്കണം. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വന്ന് ഇവിടെ റെസ്പെക്ട് ചെയ്തു, ക്യാൻഡിൽ നേരെ മേളിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഒരു CIST ഫോം ആവുന്നുണ്ട് നോക്കണം. ഇവിടെ എനിക്കൊരു CIST ഫോം ആയിട്ടുണ്ട്. ഈ CISTയുടെ ക്ലോസിങ് ക്യാൻഡിൽ ഞാൻ എൻട്രി എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലോസിങ് ക്യാൻഡിൽ ഞാൻ എൻട്രി എടുക്കുന്നു. ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ഓർ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് നോക്കുന്നു. ദെൻ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഒരു പ്രൊജക്ഷൻ വേണം, ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഒരു ഏരിയയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ സ്വിങ്സോ സംഭവമല്ലോ ഉണ്ടോ നോക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു ഫെയിലിയർ സ്വിങ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇതെടുക്കാം. ഈ ഒരു ഫെയിലിയർ സ്വിങ് ഉണ്ട്. ഓക്കെ, അത് കറക്റ്റായിട്ട് ആ ഒരു ടൂല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അവിടെ വരെ റൺ ചെയ്യുന്നു. 1.6 ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു ഫെയിലിയർ സ്വിങ്സ് ഉണ്ടോ എന്ന് നോക്കുക. -4ൽ എനിക്ക് എന്തെങ്കിലും അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് എനിക്കുള്ളത് പിന്നുള്ള ഫെയിലിയർ സ്വിങ് എന്ന് പറഞ്ഞാൽ ഈ സ്വിങ്ങാണ്. ഈ സ്വിങ് ഞാൻ എടുക്കുന്നു. അതിൻ്റെ മുകളിലത് നമുക്ക് എടുക്കേണ്ട, ഒത്തിരി എക്സ്ട്രീം ആയി പോകും. അപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള സ്വിങ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ജസ്റ്റ് അവിടെ വരെ റൺ ചെയ്യുന്നു, നമ്മൾ TP എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തേഡ്. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ സ്വീപ്പ് കിട്ടുന്നു, അതിനുശേഷം നമ്മൾ 50 മിനിറ്റിലേക്ക് പോകുന്നു. ഞാനിപ്പോൾ 50 മിനിറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഒരു റിജക്ഷൻ പ്ലസ് ക്യാൻഡിൽ ക്ലോസ്, ഒരു റിജക്ഷൻ. പക്ഷേ ഞാൻ പണ്ട് മുതലേ
ഞാൻ ഇങ്ങോട്ട് ചെയ്തു വരുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 50 മിനിറ്റിൽ ഒരു CIST കിട്ടി എങ്കിൽ മാത്രമേ ഞാനൊരു ട്രേഡിലേക്ക് ചിന്തിക്കത്തുള്ളൂ. ഇവിടെ നിന്ന് മാത്രമല്ല, ഏതൊരു ഇതിലും എൻ്റെ കൺഫർമേഷൻ, എൻ്റെ മീഡിയം ടൈപ്പിലെ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു CIST മിനിമം കിട്ടിയാലാണ് എനിക്ക് ആ ഒരു ട്രേഡിലേക്ക് പ്ലേസ് ആകാൻ പറ്റുന്നത്. ഇതിനൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് C2 ക്യാൻഡിൽ മാത്രമാണ്. ഇനി C3 ക്യാൻഡിൽ ഒരു കണ്ടിന്യൂഷൻ കിടപ്പുണ്ട്, ഒരു മണിയുടെ ക്യാൻഡിൽ. അതിലാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഓക്കെ, അതിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, 50 മിനിറ്റിൽ കുറച്ചുകൂടെ ഡിലേ ആയിട്ടേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വിന്നിങ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ കയറിയിരിക്കുന്ന അതെന്ന് പറഞ്ഞാൽ C2-ൽ നമ്മളൊരു ക്ലിയർ കൺഫർമേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ എൻ്റർ ആയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു എൻട്രിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് അടുത്ത ദിവസം കൂടെ നോക്കാം. അപ്പം നമ്മൾ ഈ 10 എന്ന് പറഞ്ഞ ക്യാൻഡിലാണ് നമ്മളിപ്പോൾ ട്രേഡ് എടുത്തത്. അപ്പോൾ എന്താണ്, അത് ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുന്ന എന്താണ്, ഫസ്റ്റ് ഇതൊരു എന്താ പറയുക, ബോഡി ക്ലോസ് കിട്ടിയത് കൊണ്ട് അടുത്ത ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 11th ആണ് ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഡേയും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആണ്. എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് വിസിബിൾ ആണ്. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പോട്ടെ, അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഈ ക്യാൻഡിൽ ഉണ്ടായിട്ടില്ലല്ലോ. അടുത്ത നമ്മൾ നോക്കുന്ന 4 ഹവറിൽ എന്താണ് അവിടുത്തെ പിക്ചർ റൺ ആവുന്നത് നമ്മൾ ജസ്റ്റ് നോക്കുന്നു. നമ്മൾ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കാര്യമൊന്നും എടുക്കുന്ന, നമുക്ക് പ്രൈസ് ബുള്ളിഷ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിലേക്ക് വന്നു. ഫസ്റ്റ് എന്താണ്, ഈ 17 ക്യാൻഡിൽ വന്നു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ്, എനിക്ക് 21 ക്യാൻഡിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയണം. അപ്പം ആദ്യം ക്യാൻഡിൽ എന്താണ്, ജസ്റ്റ് ബുള്ളിഷ് ആയിട്ട് വന്നു. പക്ഷെ ഞാൻ അവിടെ ഒരു കൺഫർമേഷൻസും എടുക്കുന്നില്ല. കാരണം എന്താണ്, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വീപ്പാണ് വേണ്ടത്. ഒന്നുകിൽ ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യണം, അല്ലേ? ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ഓർ ലോ മാർക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ എനിക്കവിടെ ഒരു ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് മൂവ്മെന്റ് ഉള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ കയറി നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞാൻ അതിന്റെ രണ്ടൊന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പൊ മാർക്കറ്റ് എന്താണ് ചെയ്തത്, മാർക്കറ്റ് റണ്ണായി ആ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിൽ എന്താണ്, സ്വീപ്പ് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ പ്രൈസ് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ എന്താണ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പിനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ വെറുതെ അങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല. നമ്മൾ നേരെ 50 മിനിറ്റിലോട്ട് പോയിട്ട് എനിക്ക് അവിടെ ഐഡിയൽ ഫോർമേഷൻ വേണം, എന്നെങ്കിൽ മാത്രമേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ. കാരണം എന്താണ്, ഒരു ക്യാൻഡിൽ തിരിയണമെങ്കിൽ എന്താണ്, അവിടെ ഒരു CIST ആദ്യം എനിക്ക് തരണം. സ്ട്രോങ് ആയിട്ടൊരു CIST തന്നു എങ്കിൽ മാത്രമേ ഞാൻ അവനെ വിശ്വസിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ്, ഇവിടെ നോക്കിയപ്പോൾ എനിക്കൊരു CIST ഇവിടെ കിട്ടി. എന്താണ്, ഇവിടെ ഒരു CIST കിട്ടിയില്ലേ, ഇവിടെ ഒരു CIST കിട്ടി. CIST കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ പറഞ്ഞത്, അതിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് നമ്മൾ നോക്കുന്നത്. ആ ലെഗിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലേ? യെസ്, ദിസ് ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതെല്ലാം കൂടെ കളർ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് ഈ CIST എന്ന് മനസ്സിലായല്ലോ. ഈ CIST, ഓക്കെ, CIST. അടുത്തത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ് വരുന്നത്? ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതെന്താണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വന്നു. ഇവിടെ വന്നില്ലേ? ഇവിടെ വന്നു. അപ്പം എന്താണ്, മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിനി 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യണം. ഈ ഒരു ഏരിയ ഇതാണ് നമ്മൾ ട്രേഡ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരെ 1 മിനിറ്റിലേക്ക് വരുന്നു. വൺ മിനിറ്റ് എന്താണ്, ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് എന്താണ് റെസ്പെക്ട് ചെയ്ത് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നല്ല ചോപ്പിയായി മാർക്കറ്റ്, നല്ലൊരു ചോപ്പിയായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, എനിക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിലാണ് എനിക്ക് ഒരു CIST കിട്ടിയത്. അത്യാവശ്യം നല്ല ചോപ്പിയാണ് മാർക്കറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിൽ ഞാൻ എൻട്രി എടുക്കുന്നു.
ഇതിൻ്റെ മുകളിൽ ഓർ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിലാണ് ഞാൻ എപ്പോഴും, അതായത് ഈ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇതിൻ്റെ മുകളിലാണ് എപ്പോഴും ഞാൻ എൻ്റെ SL വെക്കാറുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ഞാൻ 50 മിനിറ്റിൽ നിന്ന് നമുക്ക് 50 മിനിറ്റിൽ ഒരു CAST കിട്ടിയില്ലേ, അവിടുന്ന് നമുക്ക് ഇത് വരയ്ക്കാം. അതായത് ഇവിടെ ഒരു CAST എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ CAST കിട്ടിയിടത്തുനിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഈ ഒരു CASTന്ന് നമുക്കൊരു പ്രൊജക്ഷൻ വരച്ചു നോക്കാം, നമുക്ക് കിട്ടുമോ നോക്കാം. ഒന്ന് ട്രൈ ആണ്. ഇവിടുന്ന് ഒരു CASTന്ന് ഒരു പ്രൊജക്ഷൻ വരയ്ക്കുന്നു. ഈ -2 or 2.5 എന്താണുള്ളത്, എനിക്ക് ക്ലിയർ ആയിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ ഒരു ഏരിയയിൽ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ എൻ്റെ ടാർഗറ്റ് ആക്കി വെക്കുന്നു. ഞാൻ ജസ്റ്റ് ഞാൻ പിന്നെ 1 മിനിറ്റിലോട്ട് പോകുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഞാനാണെങ്കിൽ ഞാനത് കൊടുത്തു. ഞാനിതിൻ്റെ റീക്യാപ്പ് പറയാം, അപ്പം നമുക്കൊന്നുകൂടെ സംസാരിക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ടാർഗറ്റ്. ഞാൻ ആ ടാർഗറ്റ് വരെ ഇതിനെ റൺ ചെയ്യുന്നു. ഇത് റൺ ചെയ്യത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ട്രേഡ്. ഇതിൻ്റെ ഞാനൊരു 1:2 സംതിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 1:3 സംതിങ്. ഇപ്പം ഞാൻ ഒരുപാട് അങ്ങനെ റൺ ചെയ്യാറില്ല മാർക്കറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ആയിട്ടുള്ളൊരു ടാർഗറ്റ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രസ്റ്റ്ഫുള്ളി എനിക്ക് ആ ഒരു ട്രേഡിൽ കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ റീക്യാപ്പ് പറയാം. ഫസ്റ്റ് നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ നമ്മുടെ ബയാസ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ആണ്. ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം പ്രൈസ് ബുള്ളിഷ് ആയിട്ട് പോകുന്നതാണ്. ഒരു ക്യാൻഡിലിന്റെ ഒരു ബോഡി ക്ലോസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. നെറ്റ് സ്ലോ ആണല്ലോ. ഓക്കെ, നമുക്ക് ഒരു ബോഡി ക്ലോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഒരു ബുള്ളിഷ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മളൊരു ഡിഫൻസ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ബയാസ് മാത്രമേ ഞാൻ ഇവിടുന്ന് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ 4 അവറിലോട്ട് പോവാണ്. 4 അവറിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഒരു OB അവിടെ കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 17 എന്ന് പറയുന്ന ക്യാൻഡിലിനെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. അതിനെയാണ് എനിക്ക് സ്വീപ്പ് കിട്ടുന്നത്. കാരണം കോമൺ ആയിട്ട് ഒരു സംഭവിക്കുന്ന സ്വീപ്പ് എന്ന് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്ന ഒരു സംഭവമാണ്. 17 ക്യാൻഡിലെ 21 ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തിട്ട് ക്ലോസ് ആവുന്ന ഒരു ഇത്, അല്ലെങ്കിൽ 13 ക്യാൻഡിൽ 17 ക്യാൻഡിൽ ആ ഒരു ഏരിയയിൽ ആ ഒരു ക്യാൻഡിൽ ഗ്രൂപ്പിൽ ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മോസ്റ്റ് കോമൺലി ഈ ഒരു റിവേഴ്സൽ വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താലും, ഇപ്പം ഞാൻ കാണിച്ച 10ലും 11ലും നമുക്ക് ആ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ മാത്രം ട്രേഡ് എടുത്താലും നമ്മൾ പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ഒരു ക്യാൻഡിലിന് മാത്രം, ഇതിന്റെ സ്വീപ്പ് നടക്കുമ്പോൾ മാത്രം, ഒരു ക്യാൻഡിൽ ടു ക്ലോസ് കെട്ടുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുത്താൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ അതിന്റെ ലിക്വിഡിറ്റീസ് ജസ്റ്റ് ഒരു സെൽ സൈഡും ബൈ സൈഡും സെൽ സൈഡും ഞാനൊന്ന് മാർക്ക് ചെയ്ത് നോക്കുന്നു. കറക്റ്റ് ആയിട്ടില്ല. ഓക്കെ, ഇത് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു, ബൈ സൈഡ് സെൽ സൈഡും. എനിക്ക് ഇതിലേതെങ്കിലും ഒന്ന് എനിക്ക് സ്വീപ്പ് ചെയ്യണം. ഓക്കെ, ഒന്ന് മാർക്കറ്റ് ഇവിടെ ഒരു നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഇതിലേക്ക് വന്നിട്ട് എനിക്ക് റിജക്ഷൻ കിട്ടി മുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് ചെയ്തത്? മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഈ ഓർഡർ ബ്ലോക്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ താഴോട്ട് വരുവാണ്. ഓക്കെ, ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ 50 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ 50 മിനിറ്റ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്ക് എനിക്ക് വേണ്ടത്, എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ വേണം. ഐഡിയൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു ഹൈ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതൊരു ഡേ ഹൈ ആണ്. ആ ഒരു ഡേ ഹൈ അവിടെ ഉണ്ടായി കഴിഞ്ഞു. ഇനി ആ ഡേ ഹൈയുടെ മുകളിലേക്ക് മാർക്കറ്റ് പോകത്തില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കേണ്ട എനിക്കൊരു പ്രോപ്പർ CAST കിട്ടുന്നുണ്ടോ നോക്കുക. പ്രോപ്പർ CAST നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർ CAST കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കട്ടെ, ആ ലെഗിൽ എന്തെങ്കിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ? അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇല്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അവിടേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ? അവിടേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ, വന്നു. അപ്പോൾ നമുക്ക് പിന്നെ നോക്കേണ്ടതാണ്, എനിക്ക് ടാർഗറ്റ് വേണം, അല്ലേ? ടാർഗറ്റ് വേണം. ഇത് എൻട്രി എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നോക്കിയാലും മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടുത്തെ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു CAST ആണ്. ഈ ഒരു CAST ആണ് ഞാൻ മാനിപ്പുലേഷൻ എടുക്കുന്നത്. അപ്പോൾ CASTയുടെ ലോയും ഹൈയും എവിടെ ആയിട്ട് വരും? അതായത് ഇവിടെ ആണ് ഈ CASTയുടെ ലോയും ഇവിടെ
CACയുടെ ഹൈയും അല്ലേ. അപ്പൊ എന്താണ്, ഞാൻ ആ ഒരു ലെഗിൽ ഒരു പ്രൊജക്ഷൻ വരയ്ക്കുന്നു. പ്രൊജക്ഷന്റെ -2 ഫോർ 2.5 ഈ ഒരു ഏരിയയാണ് എൻ്റെ ഇത് ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ എന്തെങ്കിലും കോൺഫ്ലുവൻസുകൾ ഉണ്ടോ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാം 2.5 മാർക്കറ്റ് കറക്റ്റ് ആയിട്ടൊരു ഫെയർ വാലി ഗ്യാപ്പ്. നമുക്ക് ഇത് രണ്ടും വരയ്ക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വേണ്ട, ഇതൊരു ഒരു ഒരു ഫെയർ വാലി ഗ്യാപ്പ് ക്ലിയർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ അത് കറക്റ്റ് -2 വരുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ 1 മിനിറ്റോട്ട് പോകുന്നു. ഇത് നിങ്ങൾ എൻട്രി എടുത്തതിന് ശേഷം ചെയ്താൽ മതി. ടാർഗറ്റ് പിന്നെയല്ല നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, ഞാൻ നേരെ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. നല്ല സ്ലോ ആണല്ലോ നെറ്റ്. അപ്പം 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. 1 മിനിറ്റിൽ എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് 1 മിനിറ്റിൽ ഒരു നല്ല CAST വേണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു CAST എടുക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ പറയത്തില്ല, ഞാൻ എന്താ ഓർഡർ ബ്ലോക്ക് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ഫ്ലോ ഏരിയയിലേക്ക് പിന്നെ മാർക്കറ്റ് വന്ന് വീണ്ടും ഒരു CAST തന്നപ്പോഴത്തേക്ക് സെക്കൻഡ് എൻട്രി നിങ്ങൾക്ക് അവിടെ പോസിബിൾ ആണ്. പക്ഷെ അത് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. അത് ഇത് ഈ ഹൈയുടെ മുകളിലായിരിക്കും. നമ്മളെപ്പോഴും SL വെക്കുന്നത്, അതുകൊണ്ട് നമ്മൾ SL അടിക്കത്തില്ല. ഓക്കെ, അപ്പം അല്ലാതെ ടൈറ്റ് വെക്കുന്ന ആൾക്കാർക്ക് SL അടിക്കും. ഞാൻ അത്യാവശ്യം ഒരു ഇതായിട്ടാണ് ഇപ്പം വെക്കാറുള്ളത്. കാരണം എനിക്ക് എപ്പോഴെപ്പോഴും മാർക്കറ്റ് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ട്രേഡ് എടുത്തതിന് ശേഷം ഞാൻ നോക്കുന്നത് ചിലപ്പോൾ ന്യൂയോർക്കിന്റെ അടുത്ത ബെല്ലടിക്കുമ്പോഴായിരിക്കും, എൻ്റെ അലാം അടിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ട്രേഡ് എടുക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മളെന്താണ്, ജസ്റ്റ് ഈ ഒരു CASTയുടെ ക്യാൻഡിൽ ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഈ ഒരു എപ്പോഴും ഞാൻ പറഞ്ഞതാണ്, റെസ്പെക്ട് ചെയ്ത ആ ഒരു ഫെയർ വാലി ഗ്യാപ്പിന്റെ ആ ഒരു ക്യാൻഡിലിന്റെ മുകളിലോ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ മുകളിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കും. ഞാൻ എപ്പോഴും ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലാണ് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മൾ എന്താണ്, ടാർഗറ്റ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് നമ്മൾ റൺ ചെയ്യുന്നു. അത്രയൊന്നും റൺ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, അതുകൊണ്ട് തന്നെ നമുക്ക് 1:2 എങ്കിൽ 1:2 ഇത് റൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 75% ബുക്ക് ചെയ്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലേക്ക് റൺ ചെയ്യാൻ പറ്റുന്നതാണ് ആഫ്റ്റർ ബ്രേക്ക് ഈവൻ. അപ്പോൾ ഈ ട്രേഡും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമുക്ക് 2 എക്സാമ്പിളായി. ഇനി അടുത്ത ദിവസം എന്തെങ്കിലും ഈ ഒരു ഫോർമേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാമേ.